ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടാണിത്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഓർഗാനിക് കോമ്പൗണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. 4 പാർട്ടുകൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് 5ാമത്തെ പാർട്ട്, ലാസ്റ്റ് പാർട്ടാണ്. ഈ ഒരു പാർട്ടിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. 2026 മാർച്ച് മാസത്തെ മോഡൽ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലോട്ട് പോകാം. നമുക്ക് 25ാമത്തെ ചോദ്യം നോക്കാം. ദി IUPAC നെയിം ഓഫ് എ കോമ്പൗണ്ട് ഈസ് but1ene. ഓക്കെ, ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ ദിസ് കോമ്പൗണ്ട്? but1ene എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര കാർബൺ ആറ്റമാണ്? ബ്യൂട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ 4 കാർബൺ ആറ്റമാണ് ഉള്ളത്. റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദി ആൽക്കൈൻ കണ്ടെയ്നിങ് സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള ആൽക്കൈൻ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാം. അതായത് കാർബണിൻ്റെ എണ്ണം, കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 4 തന്നെയാണ്. അപ്പോൾ ഏതാണ് നമ്മൾ ചെയ്യേണ്ട? ആൽക്കൈൻ എന്ന് പറയുന്നത് ആരാണത്? ബ്യൂട്ടൈൻ ആണ് കേട്ടോ. 4 കാർബൺ ആറ്റം വരുന്ന ആൽക്കൈൻ എന്ന് പറയുന്നത് ബ്യൂട്ടൈൻ ആണ്. അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുമ്പോഴേക്കും ഇവിടെ നമുക്ക് ആദ്യത്തെ കാർബൺ ആറ്റത്തിൽ തന്നെ കൊടുക്കാം, ട്രിപ്പിൾ ബോണ്ട് കൊടുക്കാം. CH ട്രിപ്പിൾ ബോണ്ട് CH2 CH3. ഇതാണ് but1 എന്നാണ് കറക്റ്റായിട്ടുള്ള പേര് വരുന്നത്. ഓക്കെ, but1 ഫസ്റ്റ് കാർബൺ ആറ്റത്തിലാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത്? നമ്മൾ ട്രിപ്പിൾ ബോണ്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് 25th ക്വസ്റ്റിൻ്റെ ആൻസർ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Esters generally have pleasant smell of flowers and fruits. ഓക്കെ, എസ്റ്റേഴ്സിന് നല്ല ഫ്ലവേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ പോലെയുള്ള നല്ല സ്മെല്ലാണുള്ളത്. ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എൻ എസ്റ്റർ ഈസ് ഗിവൺ. ഒരു എസ്റ്ററിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്. CH3 CH2 CH2 COO CH2 CH3. ഓക്കെ, അടുത്ത ചോദിച്ചിരിക്കുന്നത് വിച്ച് ഫ്രൂട്ട് സ്മെൽ ഡസ് ദിസ് എസ്റ്റർ ഹാവ്? ഏത് ഫ്രൂട്ടിൻ്റെ സ്മെല്ലാണ് ഇതിനുള്ളത്? നമ്മളിതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു മോഡലിൽ ചെയ്തിട്ടുണ്ട്. ഈ സീരീസിൽ തന്നെ നമ്മൾ ചെയ്ത് വന്നിട്ടുള്ളതാണ്. എന്താണത്? ഈ എസ്റ്ററിൻ്റെ പേരെന്താ? ഈ എസ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് ആണ്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് ആണ് എന്ത് ഈ ഒരു എസ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത്. ഇത് എന്തിൻ്റെ സ്മെല്ലാണ് തരുന്നത്? ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു ടേബിൾ പോലെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളതാണത്. അത് പൈനാപ്പിളിൻ്റെ സ്മെല്ലാണ് തരുന്നത് കേട്ടോ. എന്തിൻ്റെ സ്മെല്ലാണ്? പൈനാപ്പിളിൻ്റെ സ്മെല്ല് തരുന്ന എസ്റ്ററാണ്. ദെൻ ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് റൈറ്റ് ദി നെയിം ഓഫ് കാർബോക്സിലിക് ആസിഡ് യൂസ്ഡ് ടു പ്രിപ്പയർ ദിസ് എസ്റ്റർ. ഈ എസ്റ്റർ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കാർബോക്സിലിക് ആസിഡ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർബോക്സിലിക് ആസിഡ് ആരാണ്? ബ്യൂട്ടനോയിക് ആസിഡാണ് കേട്ടോ. ബ്യൂട്ടനോയിക് ആസിഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത്. ബ്യൂട്ടനോയിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? CH3 CH2 CH2 COOH. ഓക്കെ, ഞാനിത് പടം വരച്ചൊക്കെ കാണിച്ചു തന്നതാണ്. H2O എലിമിനേറ്റ് ആവുന്നതൊക്കെ ഞാൻ കാണിച്ചു തന്നതാണ്. കാണാത്തവർ മുമ്പുള്ള വീഡിയോസ് പോയിട്ടൊന്ന് കാണാം കേട്ടോ. ദെൻ അടുത്തത് 27ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഇതും SSLC മോഡലിലെ 2026 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യമാണ്. വേരിയസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ത്രൂ ഓർഗാനിക് കെമിക്കൽ റിയാക്ഷൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് ഫോംഡ് വെൻ ഈഥൈൻ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഇതും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഈഥൈൻ എന്ന് പറയുന്നത്? ഓക്കെ, YNE ആണ്. ഈഥൈൻ CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് പറയും. ഇതെന്താണ്? ഇത് HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യാണ്. HCl-ഉമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്താണ് ഉണ്ടാകുന്നത്? CH2 ഡബിൾ ബോണ്ട് CHCl. ഇതാണ് അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ പ്രൊഡക്റ്റിൻ്റെ പേരെന്താണ്? ഉണ്ടായിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് വിനൈൽ ക്ലോറൈഡ് എന്നാണ് അല്ലേ. വിനൈൽ ക്ലോറൈഡ് എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര്. ദെൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി കോമ്പൗണ്ട് ഫോംഡ് വെൻ ദിസ് കോമ്പൗണ്ട് അണ്ടർഗോസ് പോളിമറൈസേഷൻ? വിനൈൽ ക്ലോറൈഡിനെ പോളിമറൈസേഷൻ റിയാക്ഷന് വിധേയമാക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVC ആണ്. നേരത്തെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അടുത്തത് നോക്കാം. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ റെപ്രസെൻറ്റിംഗ് ഫോർമേഷൻ ഓഫ് ദിസ് പോളിമർ. ഈ പോളിമർ ഫോം ചെയ്യുന്നതിൻ്റെ റിയാക്ഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം എന്താണ്?
മോണോമേഴ്സ് അല്ലേ, എൻ നമ്പർ ഓഫ് മോണോമേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, റിയാക്ഷന് വിധേയമാകുന്നത്. അപ്പോൾ NCH2CHCl എന്ത് ചെയ്യാണ്, പോളിമറൈസേഷൻ റിയാക്ഷന് വിധേയമായി കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക, CH2 സിംഗിൾ ബോണ്ട് CHCl, ഇങ്ങനെ ഒരു ബോണ്ട് കൊടുക്കുക, N നമ്പർ. ഓക്കെ, ഇതാണ് പോളിമറൈസേഷൻ റിയാക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. റിപ്പീറ്റഡ് ആണ് കേട്ടോ, ഈ ക്വസ്റ്റ്യനും വിനൈൽ ക്ലോറൈഡ് PVCയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം കേട്ടോ. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ദി കോമ്പൗണ്ട് എക്സ് ബിലോങ്സ് ടു ഈതർ ഫാമിലി. ഓക്കെ, കോമ്പൗണ്ട് എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഈതർ ഫാമിലിയാണ്. ദർ ഈസ് ആൻ ഈതൈൽ ഗ്രൂപ്പ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദി ഈതർ ലിങ്കേജ് ഇൻ ഇറ്റ്. അപ്പോൾ രണ്ട് സൈഡിലും എന്താണ്, ഈതർ ലിങ്കേജ് ആണ്. എന്താണ് ഈതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പറയുന്നത് അല്ലേ. ഇപ്പോൾ രണ്ട് സൈഡിലും എന്താണ്, ഈതൈൽ ഗ്രൂപ്പാണുള്ളതെന്നാണ് പറയുന്നത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. സ്ട്രക്ചറൽ ഫോർമുല എങ്ങനെ വരും, CH3 CH2 O CH2 CH3. കാരണം രണ്ട് സൈഡിലും എന്താണ്, രണ്ടിലും ഈതൈൽ ഗ്രൂപ്പാണ്. ഇവിടെയും ഒരു ഈതൈൽ ഗ്രൂപ്പാണ്, ഇവിടെയും ഒരു ഈതൈൽ ഗ്രൂപ്പാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നുണ്ടാവുക. ദെൻ വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസൻറ്റ്. ഇവിടെ വന്നിരിക്കുന്ന എന്താണ്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്, അത് ഈതറാണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇവിടുത്തെ ഈതറാണ് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ദെൻ റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ആൻഡ് IUPAC നെയിം ഓഫ് ദി മെറ്റാമർ ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇതിൻ്റെ മെറ്റാമർ എങ്ങനെയാണ് വരാം, അതായത് ഈ എന്താ പറയുക, നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പം നമുക്കിങ്ങനെ കൊടുക്കാം, CH3 O CH2 CH2 CH3. ഇത് മെറ്റാമറാണ്. ഓക്കെ, ഈ പർട്ടിക്കുലർ കോമ്പൗണ്ടിൻ്റെ ഒരു മെറ്റാമറാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേരെങ്ങനെയാണ് വരാം, ഇതിൻ്റെ IUPAC നെയിം എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് 1-methoxypropane ആണ്. 1-methoxypropane. ഓക്കെ, 1-methoxypropane എന്നാണ് ഇതിൻ്റെ പേര്. ഇനി ഇതിൻ്റെ പേരൊന്ന് പറഞ്ഞേ, ഫസ്റ്റ് നമ്മൾ എഴുതിയ കോമ്പൗണ്ടിൻ്റെ പേരൊന്ന് പറഞ്ഞേ. ഇതിൻ്റെ പേര് ഈത്തോക്സി ഈതേൻ എന്നാണ് കേട്ടോ. രണ്ട് സൈഡിലും ഈതേൽ ഗ്രൂപ്പാണ്. ഈത്തോക്സി ഈതേൻ ആണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത്. ഇത് methoxypropane ആണ്. ഓക്കെ, ദെൻ അടുത്ത ഭാഗത്തോട് ഇതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ, ഫങ്ഷണൽ ഗ്രൂപ്പ്, ഫങ്ഷണൽ ഐസോമർ ഏതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഫങ്ഷണൽ ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും, ബട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കാം, ഇപ്പോൾ ഓയും ആൽക്കഹോളുമായിട്ടായിരിക്കും, ഈതറും അതുപോലെ തന്നെ OH ഗ്രൂപ്പും ആൽക്കഹോളുമായിട്ടായിരിക്കും മിക്ക സമയങ്ങളിലും ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം കാണിക്കുന്നുണ്ടാവാം. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാം, ബ്യൂട്ടനോൾ ആയിരിക്കും കേട്ടോ. 4 കാർബണാറ്റം അല്ല ഇവിടെ മൊത്തം ഉള്ളത്, അപ്പോൾ അത് എന്തായാലും ബ്യൂട്ടനോൾ ആയിരിക്കും. CH3 CH2 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 OH, ഇതാണ് ബ്യൂട്ടനോൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 4 കാർബണാറ്റം, 1 2 3 4. ഓക്കെ, ഹൈഡ്രജൻ്റെ എണ്ണം ഒന്ന് കൗണ്ട് ചെയ്തോളൂ. 3 2 5 5 2 7 7 2 9 1 10. ഓക്കെ, എല്ലായിടത്തും എന്താണ്, ഇവിടെയും 10 ആണ് കാണാം. C5 ഇവിടെയും എന്താണ്, C4H10O. ഓക്കെ, C4H10O ആണ് വരുന്നത്. സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ആയിട്ട് വരുന്ന കൺസെപ്റ്റുകൾ തന്നെയാണ് കേട്ടോ. ദെൻ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. X and Y are 2 organic compounds with different functional groups and their molecular formula is C5H10O. എക്സും വൈയും എന്താണ്, 2 ഓർഗാനിക് കോമ്പൗണ്ടുകളാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകളാണുള്ളത്. ആൻഡ് ദെയർ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് C5H10O ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്തത് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് ഹാവിങ് CHO ആസ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ആൽഡിഹൈഡ് ആണ്, CHO എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ആണ് അല്ലേ. ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞേക്കണേ. ഇപ്പോൾ CHO വരണം, 5 കാർബണാറ്റം ഉണ്ടെങ്കിൽ CHO വരണമെങ്കിൽ അതെന്തായിരിക്കും, അതെന്ന് പറയുന്നത് പെൻഡനാലായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ പെൻഡനാലിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, CH3 CH2 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 CHO. ഇതാണ് പെൻഡനാൽ എന്ന് പറയുന്ന ആൾ. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറൽ ഫോർമുല എഴുതി കഴിഞ്ഞു, CHO ഗ്രൂപ്പ് വരുന്നത്. ദെൻ ബൈ വാട്ട് നെയിം ആർ ദ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ദിസ് ഫങ്ഷണൽ ഗ്രൂപ്പ് ജനറലി നോൺ. CHO ഗ്രൂപ്പ് വരുന്നവർ ജനറലി അറിയപ്പെടുന്ന പേരെന്താണ്, ആൽഡിഹൈഡുകൾ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ, ആൽഡിഹൈഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് കോമ്പൗണ്ട് Y, അതായത് ഇതിൻ്റെ ഫങ്ഷണൽ ഐസോമർ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്.
ഈ പെൻറ്റനാലിൻ്റെ ഫങ്ഷണൽ ഐസോമർ അത് ആരായിരിക്കും? കീറ്റോ ഗ്രൂപ്പ് ആയിരിക്കും വരുന്നുണ്ടാവുക. ആരായിരിക്കും? നമുക്ക് പെൻറ്റനോൺ ആയിരിക്കും വരുന്നുണ്ടാവുക. CH3 C ഡബിൾ ബോണ്ട് O CH2 CH2 CH3. ഓക്കെ, ഇതിൻ്റെ പേരെങ്ങനെയാണ് വരുന്നത്? ഇതിൻ്റെ പേരെന്ന് പറയുന്നത് പെൻറ്റ് 2 ഓൺ. ഓക്കെ, പെൻറ്റ് 2 ഓൺ എന്നാണ് വരുന്നത്. ഓക്കെ, പെൻറ്റനോൺ. ഓക്കെ, പെൻറ്റ് 2 ഓൺ രണ്ടാമത്തെ കാർബണാറ്റത്തിലാണ് കീറ്റോ ഗ്രൂപ്പ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫങ്ഷണൽ ഐസോമർ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് അതിൻ്റെ അടുത്ത പാർട്ടിലോട്ട് പോകാം, അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദി പൊസിഷൻ ഐസോമേഴ്സ് ഓഫ് കോമ്പൗണ്ട് Y. കോമ്പൗണ്ട് Yയുടെ പൊസിഷൻ ഐസോമർ. പൊസിഷൻ ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീറ്റോ ഗ്രൂപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് കാർബണിലാണ്. ഇത് നമുക്ക് എന്താണ് അടുത്ത് തേർഡ് കാർബണിൽ പ്ലേസ് ചെയ്യാം. CH3 CH2 C ഡബിൾ ബോണ്ട് O CH2 CH3. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പൊസിഷൻ ഐസോമർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് പെൻറ്റ് 3 ഓൺ. ഓക്കെ, പെൻറ്റാൻ 3 ഓൺ. ഓക്കെ, പെൻറ്റനോൺ, പെൻറ്റാൻ 3 ഓൺ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആദ്യത്തെ 1ഉം 2ഉം ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ലാസ്റ്റ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൊത്തം 2026 ചോദിച്ചിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് എഴുതാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച്.